റേഡിയോ പ്രക്ഷേപകനും ഒക്കെയായ എസ് ഗോപാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുകയാണ്. ഗോപാലകൃഷ്ണൻ, വളരെ നമുക്കൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് നമ്മളെ തേടി വന്നിരിക്കുന്നത്. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് അത്ര സുഖമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കുറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. കാര്യം ഒറ്റയ്ക്കായിപ്പോയി, പൂജപ്പുരയിലെ വസതിയിലൊക്കെ തന്നെ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു തോന്നൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ ചില കല്യാണ സ്ഥലത്തൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മോട് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിയോഗം ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഗോപാലകൃഷ്ണൻ, എനിക്കറിയാം, ഒരുപാട് ഓർമ്മകൾ അദ്ദേഹമായിട്ടുണ്ടെന്നറിയാം. കാരണം ഈ പ്രക്ഷേപകരെയൊക്കെ വളരെ ഗൗരവത്തോടെയും വളരെ സൗന്ദര്യബോധത്തോടെയും കണ്ട ഒരാളാണ് ഗോപാലകൃഷ്ണൻ. പറയും. ആകാശവാണിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട വാർത്താ വായനക്കാരായിരുന്നു നമ്മുടെയൊക്കെ വാർത്താ ബോധത്തിനെ നിർണയിച്ചിരുന്നത്. ഒന്ന് രാമചന്ദ്രനും രണ്ട് പ്രതാപനും ആയിരുന്നു. ഞാൻ തെക്കൻ കേരളത്തിലായിരുന്നത് കൊണ്ട് ഈ വെൺമണി വിഷ്ണു എന്ന് പറയുന്ന വായനക്കാരൻ രാവിലെ അദ്ദേഹത്തിന്റെ വാർത്തകൾ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും പ്രധാനമായും ഈ പ്രതാപനും രാമചന്ദ്രനുമായിരുന്നു നമ്മുടെ വാർത്താബോധത്തിനെ നിർണയിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാം തന്നെ. പിന്നീടാണ് ആകാശവാണിയിൽ ജോയിൻ ചെയ്തിട്ട് ഈ രാമചന്ദ്രന്റെ വാർത്തയുടെ ഒരു ഒരു പ്രത്യേക ഈണം അദ്ദേഹത്തിന്റെ വാർത്താ വായനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാർത്താ വായനയെ വ്യതിരിക്തമാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത്, പ്രതാപനിൽ നിന്നും രാമചന്ദ്രന്റെ വായനയെ വ്യതിരിക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം സ്വതസിദ്ധമായി കൊണ്ടുവന്ന ഒരു ഈണം ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ വാക്കുകളുടെ സ്ഫുടത എന്ന് പറയുന്നത്, ഉച്ചാരണം എന്ന് പറയുന്നത് എല്ലാ മലയാള അക്ഷരങ്ങളും എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതിന് ഉത്തമ ശിക്ഷണം കിട്ടിയ ഒരു വാർത്താ അവതാരകനായിരുന്നു രാമചന്ദ്രൻ എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. പിന്നീട് ഇപ്പോൾ SKN എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായ ഒരു കാര്യം പറയാം. വാർത്തകളോടൊപ്പം തന്നെ കൗതുക വാർത്തകൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നും അതിന് ജീവിതത്തിൽ ഉള്ള ബന്ധം എന്താണ് എന്നുള്ളതും മലയാളി റേഡിയോ ലിസണേഴ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഒരു മുദ്ര ആ കൗതുക വാർത്തകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ശബ്ദമാധ്യമത്തിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മലയാള ശബ്ദം എന്നുള്ളതിനെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചുരുക്കം ഗുരു മുഖങ്ങളിലോ ഗുരു ശബ്ദങ്ങളിലോ ഒന്നായിട്ട് ഞാൻ രാമചന്ദ്രനെ വിലയിരുത്താറുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും. കാലം രാമചന്ദ്രനൊപ്പം പ്രവർത്തിച്ചതാണ്. കാരണം റേഡിയോ ആയിരുന്നു ആദ്യം നമ്മുടെ മാധ്യമം. അതുകൊണ്ട് തന്നെ ഈ ശ്രവ്യ മാധ്യമത്തിലൂടെ നമ്മൾ ആദ്യം കേട്ടു വളർന്ന ശബ്ദം രാമചന്ദ്രൻ്റെയും പ്രതാപൻ്റെയും ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വാർത്താ വായനയായിരുന്നു ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലക്ഷക്കണക്കിന് ശ്രോതാക്കൾ രാമചന്ദ്രൻ്റെ ശബ്ദത്തിൻ്റെ ആരാധകരായിരുന്നു. അദ്ദേഹം ഭക്തിവിലാസത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താമുറിയിൽ വാർത്തകളുമായിട്ട് ഏറ്റുമുട്ടി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ ഈ റേഡിയോ സ്റ്റേഷൻ കാണാൻ വരുമ്പോൾ അവരൊക്കെ തന്നെ അവിടെ എത്തുമായിരുന്നു. അപ്പോൾ രാമചന്ദ്രൻ ചേട്ടൻ അവർക്കൊക്കെ ഒരു ആരാധനാ പാത്രമായിരുന്നു. അന്ന് ഒരുപാട് കാലം ഈ റേഡിയോ അടക്കി വാണ ഒരു കാലത്ത് അവിടുത്തെ അമരത്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എം രാമചന്ദ്രൻ.